കച്ചവടക്കാരുടെ സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധം ദൈനംദിന ജീവിതത്തിൻ്റെ തിളക്കമുള്ള നിറങ്ങളുമായി ഇടകലർന്നിരുന്ന തിരക്കേറിയ നഗരമായ നിവാസ്പൂറിൻ്റെ ഹൃദയഭാഗത്ത് ആരവ് എന്ന ഒരു യുവാവ് ജീവിച്ചിരുന്നു. നിരവധി വിവിധ ബന്ധങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആരവ് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സെൻഗുരുവായ ഗുരു കവിയിൽ നിന്ന് മാർഗനിർദ്ദേശം തേടി. അദ്ദേഹത്തെ പ്രശാന്തമായ മുറ്റത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് മൃദുലമായ തിരുത്തലിൻ്റെ സൂക്ഷ്മമായ കലയെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ ഒരു കഥ നെയ്തെടുക്കാൻ ഗുരു കവി തയ്യാറായി. 1. ശരിയായ സമയം തിരഞ്ഞെടുക്കുക. ഗുരു കവി പുരാതന ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആരവ് മാസ്റ്റർ സംസാരിച്ചു. സമയമാണ് ആശയവിനിമയത്തിൻ്റെ ക്യാൻവാസിൽ ചായം പൂശുന്നത്. വികാരങ്ങൾ ശാന്തവും അന്തരീക്ഷം ശാന്തവുമാകുമ്പോൾ ഒരു നിമിഷം കാത്തിരിക്കുക. വിവേകത്തിൻ്റെ വിത്തുകൾ ചെറുത്തു നിൽക്കാതെ പൂക്കുന്ന വളക്കൂറാണ് ശരിയായ സമയം. ജ്ഞാനം ഉൾക്കൊള്ളുന്ന ആരവ് അതിലോലമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നതിൽ ക്ഷമയുടെ പ്രാധാന്യം മനസ്സിലാക്കി. 2. മനസ്സിൽ ശാന്തത. ശാന്തമായ നടുമുറ്റത്തിലൂടെ അവർ ചുറ്റിക്കറങ്ങുമ്പോൾ ഗുരു കവി രണ്ടാമത്തെ കാര്യം പങ്കിട്ടു. മനസ്സിൽ ശാന്തനായി. ആരവ് നിങ്ങളുടെ മനസ്സ് സത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നിശ്ചലമായ കുളമായിരിക്കട്ടെ. പ്രക്ഷുബ്ധതയുടെ അലകൊള്ളികളില്ലാതെ ശാന്തമായ ഹൃദയത്തോടെ സാഹചര്യത്തെ സമീപിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തമായ വെള്ളത്തിൽ സൂക്ഷ്മമായ ദൗത്യങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള വ്യക്തത നിങ്ങൾ കണ്ടെത്തും. തിരുത്തൽ അത് ശാന്തമാകട്ടെ. ആന്തരിക നിശ്ചലതയുടെ കലപിടിച്ച ആരവ് ഉള്ളിൽ ഒരു പുതിയ ശാന്തത കുടികൊള്ളുന്നതായി തോന്നി. 3. രഹസ്യമായി. പൂത്തു നിൽക്കുന്ന ഫ്രാങ്കിപ്പന മരത്തിൻ്റെ തണലിൽ ഗുരു കവി മൂന്നാമത്തെ കാര്യം ഊന്നി പറഞ്ഞു. തെറ്റുകളെ സ്വീകാര്യമായി അഭിസംബോധന ചെയ്യുന്നു. ആരവ് ഒരു സ്വകാര്യ ക്രമീകരണം തിരഞ്ഞെടുത്ത് മറ്റുള്ളവരുടെ അന്തസ്സ് സംരക്ഷിക്കുക. പൊതു തിരുത്തലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒഴിവാക്കുക. കാരണം അത് ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിഴൽ വീഴ്ത്തും. സംഭാഷണം ഒരു വിശുദ്ധ ഇടമായിരിക്കട്ടെ. അവിടെ മറ്റുള്ളവരുടെ സൂക്ഷ്മ പരിശോധന കൂടാതെ മനസ്സിലാക്കാൻ കഴിയും. സ്വകാര്യതയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ആരവ് ആ നിമിഷത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൽ വാദിത്വത്തിൻ്റെ ഭാരം അനുഭവിച്ചു. നല്ല വാക്കുകൾ ഉപയോഗിച്ച്. വിളക്കുകളുടെ മൃദുലമായ പ്രകാശത്തിന് കീഴിൽ ഗുരു കവി നാലാമത്തെ പോയിന്റിനെ കുറിച്ച് സംസാരിച്ചു. നല്ല വാക്കുകൾ ഉപയോഗിച്ച്. ആരവ് വാക്കുകൾ കാറ്റുപോലെയോ ഉഗ്രമായ കൊടുങ്കാറ്റുകളോ പോലെയാണ്. ദയയെ നിങ്ങളുടെ ഭാഷയായി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കുക. കാരണം അവ സുഖപ്പെടുത്താനോ മുറിവേൽപ്പിക്കാനോ ഉള്ള ശക്തി വഹിക്കുന്നു. നിങ്ങളുടെ വാക്കുകളുടെ മാധുര്യം ശമിപ്പിക്കുന്ന ഒരു ഭാവമായിരിക്കട്ടെ. അത് മറ്റൊരാളെ കുത്തുകയല്ല. ഇപ്പോൾ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച ആരവ് ദയയുടെ പരിവർത്തന സാധ്യതകൾ സ്വീകരിച്ചു. 5. പ്രയോജനകരമായ രീതിയിൽ. ശാന്തമായ ധ്യാനസ്ഥലത്ത് ഗുരു കവി 5ാമത്തെ പോയിന്റ് വെളിപ്പെടുത്തി. പ്രയോജനകരമായ രീതിയിൽ തെറ്റുകൾ തിരുത്തുക. ആരവ് ചിതറിത്തെറിക്കുന്ന കൊടുങ്കാറ്റല്ല, വഴികാട്ടുന്ന ഒരു വിളക്കായിരിക്കണം തിരുത്തൽ. പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുക. മെച്ചപ്പെടുത്തലുകൾ നിർദ്ദേശിക്കുക. തിരുത്തൽ വളർച്ചയിലേക്കുള്ള പാതയാകട്ടെ. തിരുത്തലിൻ്റെ കല നല്ല മാറ്റങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള സൗമ്യമായ കലയാണ്. ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആരവ് വ്യക്തിപരവും കൂട്ടായതുമായ മെച്ചപ്പെടുത്തലിനുള്ള ഒരു ഉത്തേജകമായി തിരുത്തൽ വിഭാവനം ചെയ്തു. അനുകമ്പയുള്ള ഹൃദയത്തോടെ സംസാരിക്കുക. ഇൻഡിഗോ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഗുരു കവി 6ാം പോയിന്റോടെ ഉപസംഹരിച്ചു. കരുണയുള്ള ഹൃദയത്തോടെ സംസാരിച്ചു. ആരവ് അനുകമ്പ നിങ്ങളുടെ വാക്കുകളുടെ കോമ്പസ് ആകട്ടെ. ന്യായവിധിയുടെ സ്ഥലത്തു നിന്നല്ല, മറിച്ച് മനസ്സിലാക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുക. അനുകമ്പ തിരുത്തലും ബന്ധവും തമ്മിലുള്ള വിടവ് കുറയ്ക്കുന്നു. തെറ്റുകൾ ചവിട്ടുപടികളല്ല, ഇടർച്ചക്കല്ലുകളായി മാറുന്ന ഒരു അന്തരീക്ഷം വളർത്തുന്നു. ഇപ്പോൾ അനുകമ്പയെ ആശ്ലേഷിക്കുന്ന ആരവ് തൻ്റെ ഉള്ളിൽ ധാരണയുടെ ഊഷ്മളത പൂക്കുന്നതായി അനുഭവപ്പെട്ടു. നടുമുറ്റത്തെ പ്രശാന്തമായ പ്രഭയിൽ ഗുരു കവി ആരവിനോട് പറഞ്ഞു. ആരവ് തിരുത്തൽ കൃത്യസമയത്ത് ശാന്തമായ മനസ്സോടെ
സ്വകാര്യമായി നല്ല വാക്കുകൾ ഉപയോഗിച്ച് പ്രയോജനകരമായ രീതിയിൽ കരുണയുള്ള ഹൃദയത്തോടെ സമീപിക്കുമ്പോൾ അത് മാറുന്നു. വളർച്ചയുടെ സൗമ്യമായ നൃത്തം മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ തെറ്റുകൾ തിരുത്താനുള്ള സൂക്ഷ്മമായ കലയിലേക്ക് ഈ പഠിപ്പിക്കലുകൾ നിങ്ങളെ നയിക്കട്ടെ. ആൽമരത്തിൻ്റെ ശിഖരങ്ങൾക്ക് താഴെ ആരവ് അഗാധമായ ഉത്തരവാദിത്തബോധവും അനുകമ്പയും അനുഭവിച്ചു. ഗുരുകവി തുടർന്നു. ബന്ധങ്ങളുടെ മൊസൈക്കിൽ നിങ്ങൾ കലാകാരനും ക്യാൻവാസുമാണ്. നിങ്ങളുടെ സ്ട്രോക്കുകൾ സൗമ്യവും നിങ്ങളുടെ നിറങ്ങൾ ദയയുള്ളതും നിങ്ങളുടെ മാസ്റ്റർ പീസ് യോജിപ്പിൻ്റെ പ്രതിഫലനവും ആയിരിക്കട്ടെ. ആൽമരത്തിൻ്റെ ശിഖരങ്ങൾക്ക് താഴെ ആരവ് അഗാധമായ ഉത്തരവാദിത്തബോധം അനുഭവിച്ചു. കൃപയോടും അനുകമ്പയോടും കൂടി തിരുത്തലിൻ്റെ സൂക്ഷ്മമായ കലയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായ ഹൃദയത്തോടെയാണ് ആരവ് ഇപ്പോൾ ജ്ഞാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. If you love to watch this video, you can like, share and subscribe.